ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 25 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നതാണെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാം അവസാനം നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകാറുണ്ട്. അതിൻ്റെ ഉത്തരം ആദ്യം ആര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുവോ അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നേഴ്സായി പ്രഖ്യാപിക്കുന്നതാണ്. ഇതേപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിരുന്നു. അതിൻ്റെ വിന്നേഴ്സ് നമുക്ക് ആരാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: യുദ്ധവും സമാധാനവും വാർ ആൻഡ് പീസ് എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം ലിയോ ടോൾസ്റ്റോയ് ആണ്. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് വേദിക രതീഷ്, പ്രജോത്, ലിയോൺ ബിജു, സന്മയ്, അമീൻ, ക്രിസ്റ്റീന, അതുൽ രാജ്, വേദലക്ഷ്മി ആർ, ഗൗരി ലക്ഷ്മി, ശ്രീനന്ദ, ആദിത്യൻ, കൃഷ്ണപ്രിയ. ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ആദ്യം ആര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുവോ അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏതാണ്? ആ സംഘടനയുടെ പേരെന്താണ്? രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിനു ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടനയുടെ പേരാണ് UNO അഥവാ ഐക്യരാഷ്ട്ര സംഘടന. ഇതോടുകൂടി തന്നെ മറ്റൊരു ബോണസ് ഇൻഫർമേഷൻ കൂടി തരാം. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് 1939-ലാണ്, അവസാനിച്ചത് 1945-ലാണ്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തെ പറ്റിയുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം: ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ബറാക് ഒബാമ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയെ വിളിച്ച പേരെന്താണ്? ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയെ വിളിച്ചത് കിറ്റി എന്നാണ്. നാലാമത്തെ ചോദ്യം: രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന കൃതിയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം: ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിശാലമായ ദ്വീപ് എന്നാണ് ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം. വീഡിയോയിലെ ആറാമത്തെ ചോദ്യം ഇതാണ്: നാഗസാക്കി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലോങ് കേപ്പ്, അതാണ് നാഗസാക്കി എന്ന വാക്കിൻ്റെ അർത്ഥം. ഏഴാമത്തെ ചോദ്യം ഇതാണ്: ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എഡ്വേർഡ് ടെല്ലർ എന്ന വ്യക്തിയാണ് ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യം: ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് എവിടെ? ജപ്പാനാണ് ഉദയസൂര്യൻ്റെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: ലോകത്ത് ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബിൻ്റെ പേരെന്താണ്? ലിറ്റിൽ ബോയ്. 1945-ൽ ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബാണ് നമ്മുടെ ലോകത്ത് തന്നെ ആദ്യമായി വർഷിച്ച അണുബോംബ്. ഈ വീഡിയോയിലെ 10ാമത്തെ ചോദ്യം ഇതാണ്: രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യമേതാണ്? 1945-ലാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത്. ആ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനം കീഴടങ്ങിയ രാജ്യമാണ് ജപ്പാൻ.
11ാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു? ഹിരാഹിറ്റോ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിൻ്റെ ഭരണാധികാരി. 12ാമത്തെ ചോദ്യം, അണുബോംബ് നിർമ്മാണത്തിന് അമേരിക്ക നൽകിയിരുന്ന രഹസ്യ പേര് എന്താണ്? മാൻഹാട്ടൻ പദ്ധതി അഥവാ മാൻഹാട്ടൻ പ്രൊജക്റ്റ് എന്നാണ് അണുബോംബ് നിർമ്മാണത്തിന് അമേരിക്ക നൽകിയിരുന്ന രഹസ്യ പേര്. വീഡിയോയിലെ 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പാക് അണുബോംബിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അബ്ദുൾ ഖദീർ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പാക് അണുബോംബിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ വീഡിയോയിലെ 14ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ ആണവശക്തിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഹോമി ജെ ബാബയാണ് ഇന്ത്യൻ ആണവശക്തിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിലെ 15ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് രാജാ രാമണ്ണയാണ്. അതേപോലെ ഇന്ത്യൻ ആണവശക്തിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹോമി ജെ ബാബയാണ്. ഈ രണ്ട് ചോദ്യങ്ങളും ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 16ാമത്തെ ചോദ്യം, സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിൻ്റെ സൈന്യമായിരുന്നു? അതായത് ഏത് രാജ്യത്തിൻ്റെ സൈന്യമാണ് സെക്കൻഡ് ജനറൽ ആർമി എന്ന പേരിൽ അറിയപ്പെടുന്നത്? ജപ്പാനിൻ്റെ ആർമിയുടെ പേരാണ് സെക്കൻഡ് ജനറൽ ആർമി. 17ാമത്തെ ചോദ്യം, സഡാക്കോ കൊക്കുകൾ എന്തിൻ്റെ പ്രതീകമാണ്? പീസ് അഥവാ സമാധാനത്തിൻ്റെ പ്രതീകമാണ് സഡാക്കോ കൊക്കുകൾ. വീഡിയോയിലെ 18ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പേര് നൽകിയത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പേര് നൽകിയത്. ഈ വീഡിയോയിലെ 20ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെ വെച്ചാണ്? രാജസ്ഥാനിലെ പൊക്രാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം നടന്നത്. 21ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണത്തെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണത്തിൻ്റെ പേരാണ് ബുദ്ധൻ ചിരിക്കുന്നു. ആ ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പേര് നൽകിയത് ഇന്ദിരാഗാന്ധിയാണ്. രാജസ്ഥാനിലെ പൊക്രാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ആണവ പരീക്ഷണം നടക്കുന്നത്. ആ സമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 22ാമത്തെ ചോദ്യം, ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏതാണ്? ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പമാണ് ഒലിയാണ്ടർ പുഷ്പം. 23ാമത്തെ ചോദ്യം, നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഉള്ള ദ്വീപിൻ്റെ പേരാണ് ക്യൂഷു ദ്വീപുകൾ. വീഡിയോയിലെ 24ാമത്തെ ചോദ്യം, ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപിൻ്റെ പേരെന്താണ്?
ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപിൻ്റെ പേരാണ് ഹോൺഷു ദ്വീപുകൾ. അതേപോലെ നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങളുള്ള ദ്വീപിൻ്റെ പേരാണ് ക്യൂഷു ദ്വീപുകൾ. ഇത് രണ്ടും മറക്കാതിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൽ ഉള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയിലെ 25ാമത്തെ ചോദ്യം, സഡാക്കോ ആൻഡ് 1000 പേപ്പർ ക്രെയിൻസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? സഡാക്കോ ആൻഡ് 1000 പേപ്പർ ക്രെയിൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എലീനർ കോയർ ആണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തിയാൽ മാത്രമേ അടുത്ത വീഡിയോയിൽ നിങ്ങളെ വിന്നറായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. ആറ്റം ബോംബിൻ്റെ പിതാവ് അഥവാ ഫാദർ ഓഫ് അറ്റോമിക് ബോംബ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരമറിയുന്ന എല്ലാവരും ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.